Hi guys, welcome back to my channel Linu Stokes. This is Linu, founder of Heavenly Handmade. കണ്ടിട്ട് ഫൗണ്ടർ ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലേ. എന്നിരുന്നാലും ചുമ്മാ കിടക്കട്ടെ, എന്തെങ്കിലും ഒരിക്കലും ആ ഗെറ്റപ്പിലൊക്കെ വരാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തിടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ നാൾ ഞാനിങ്ങനെ മേക്കിംഗ് വീഡിയോസ് ഇടാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും അത് കണ്ട് കണ്ട് മടുക്കുന്നുള്ളത് കൊണ്ട് മടുക്കുമെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയുള്ള അവരവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്കതും വലിയൊരു ജോലിയായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾക്കാരെ ഇത്ര മിനിറ്റ് കാണിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക് തന്നെയാണത്. അപ്പോൾ എല്ലാവരും പറയും യൂട്യൂബേഴ്സിനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കത്തില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡെന്ന് പറയുന്നത് ഭയങ്കര ഒരു മെനക്കെട്ട ഫീൽഡാട്ടോ. കാരണം നമ്മൾ ചിന്തിച്ച് തല പുകഞ്ഞ് നമ്മുടെ 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 ആ ഒരു ചില ദിവസങ്ങളിലൊക്കെ എനിക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. കാരണം അത്രമാത്രം നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും. കാരണം അതുപോലെ ഇരുന്നിങ്ങനെ നമ്മൾ നാളെ എന്ത് കണ്ടൻറ് ഇടും, എന്ത് മാലയുണ്ടാക്കും, ഈ എഡിറ്റിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള ഈ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്ന എല്ലാവരുടെയും ചിന്തകളൊക്കെ അത് തന്നെയായിരിക്കും. അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ ബിസിനസ് എന്നും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില ദിവസങ്ങളൊന്നും എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. എന്താണ് നമ്മൾ ചെയ്യാത്ത ജ്വല്ലറി, നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്ന ജ്വല്ലറീസ് ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ജ്വല്ലറീസ് എടുത്ത് കൊടുത്താലോ എന്നുള്ള ചിലപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ഹോൾസെയിൽ എടുത്തിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട്. ഹോൾസെയിലായിട്ട് ചിലപ്പോഴേ അത് ഷോപ്സിനൊക്കെ മാത്രമേ ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ. അങ്ങനെ ബൾക്കായിട്ട് വരുന്നവർക്ക് മാത്രമേ ഞാൻ ഹോൾസെയിലായിട്ട് അങ്ങനെ കൊടുക്കാറുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ അത്രയും ചെയ്യാനുള്ള ശേഷിയില്ല. അപ്പം ഒന്നാമത് ചെറുതായിട്ട് ഈ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം എൻ്റെ ഹെൽത്തൂടെ നോക്കിയിട്ടൊക്കെ ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനത്തെ ജ്വൽസും ഒക്കെ എടുക്കാറുണ്ട്. അമ്മയാണെങ്കിൽ അടുക്കളയിൽ എന്തോ സാധനം വേവിക്കാൻ വേണ്ടി വെച്ചേക്കും. അപ്പോൾ അതിൻ്റെയാണ് ഈ ഷീ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കമ്മലാണ് വരുന്നത്. അതിന് മാല എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഹാഫ് മൂൺ മോഡലാട്ടോ. ഈ ഒരു മോഡലാണ് എന്നോട് പറഞ്ഞത് ചെയ്യാനായിട്ട്. ഇത് എന്നത്തേക്ക് അയക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ഞാനങ്ങനെ വലിയൊരു ബിസിനസ്സിലേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടോ ഒന്നുമില്ല. മീൻസ് ഇങ്ങനെ പൈസ ലോണൊക്കെ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങിയിട്ടില്ല. അത്രയും ലെവലിലോട്ട് ഇറങ്ങാനായിട്ട് നമ്മളായിട്ടില്ല. കാരണം ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ എടുത്ത് ചാടി ചെയ്യാതെ എല്ലാം നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം എപ്പോഴാണ് പണി കിട്ടുന്നതെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ കൂടെ ഉള്ളവരെയും നമ്മൾ അതുപോലെ വേണം നിർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ കൂടെയൊക്കെയുള്ള പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കിയും കണ്ടും ഒക്കെ വേണം നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം ഒരു കാൽക്കുലേഷൻ മണിയാണ്. അപ്പോൾ എല്ലാം ഒരു കാൽക്കുലേഷനിൽ വേണം എല്ലാം പോകാനും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എന്നാലും എല്ലാം ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ കസ്റ്റമർക്ക് ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തതിന് റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എൻ്റെ ദിവസം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ വെളിയിലോട്ട് ഇറങ്ങും, നടക്കും, അല്ല വേറെ എവിടെയൊന്നും ഞാനിങ്ങനെ പോവാറൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ യാത്രയൊക്കെ പോകണമെന്നുണ്ട്, പറ്റുവാണെങ്കിൽ പോവാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ പുതിയൊരു ഫീച്ചറൂടെ വന്നിട്ടുള്ള ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് കിട്ടുന്ന പ്ലേസുകളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.